Hi everyone, Assalamualaikum. Welcome to Fathima's Kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ട് ഒരു അടിപൊളി പ്രഥമൻ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് ഗ്യാപ്പ് ആയി പോയി ഞാൻ വീഡിയോ ചെയ്യാൻ. കാരണം ഞാൻ ഹോം മെയ്ഡ് കേക്ക് ചെയ്യുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് തിരക്കുകളായി, ഓർഡറുകൾ കൂടി ടൈം ഇല്ലാതെ ആയിപ്പോയി വീഡിയോ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് മുടങ്ങാതെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ അതേപോലെ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം ഒരു 3/4 കിലോയോളം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട്. ശർക്കരയൊന്ന് നമുക്കൊന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഉരുക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം വഴുതനങ്ങ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നല്ലതുപോലെ സ്റ്റീമായി വന്നതിന് ശേഷം തണുക്കാൻ മാറ്റി വയ്ക്കാം. വഴുതനങ്ങ നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ കുരുവും തൊലിയെല്ലാം ഒന്ന് നീക്കം ചെയ്യണം. നന്നായിട്ടൊന്ന് കയ്യിലുകൊണ്ട് തിക്കി കൊടുത്ത് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ എടുക്കണം. ഒരല്പം നെയ്യുടെ കുറവ് കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അതേ നെയ്യിൽ അതേ പാനിൽ തന്നെ നമുക്ക് പേസ്റ്റ് ആക്കി വെച്ചിരുന്ന വഴുതനങ്ങ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ച മണമെല്ലാം നന്നായിട്ടൊന്ന് മാറണം. കുറച്ചുകൂടി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആകും. ഇത് വഴുതനങ്ങയുടെ ആ പച്ചമണമെല്ലാം മാറണം. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ഒരു ഏകദേശം 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിവിടെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ മിക്സായി വരണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ മിക്സായതിനു ശേഷം പാല് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തം ഇതിലേക്ക് ആവശ്യമായ പാൽ ഒരു 1.5 ലിറ്റർ പാല് വേണം. അത് ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അതിനെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി
ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും കിസ്മിസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വഴുതനങ്ങ കൊണ്ടുള്ള പ്രഥമൻ പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. വീട്ടിൽ എപ്പോഴും വഴുതനങ്ങ എല്ലാം ഉണ്ടാകുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.